അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികളുടെ പണ്ഡിത സഭയാണ് കേരള ജമിയത്തുൽ ഉലമ. ആ പണ്ഡിത സഭയിൽ ഒരൊറ്റ മൗലവിച്ചിയെയും ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് മൗലവിച്ചിമാരെ വഹാബി പണ്ഡിത സഭയിൽ കാണാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ശ്രീമതി ജമീല ടീച്ചർ എന്നോ ശ്രീമതി സുലൈഖ ടീച്ചർ എന്നോ ശ്രീമതി ഹാജറ ടീച്ചർ എന്നോ നാം കേൾക്കാറില്ല. എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിക്കാനും ഇമാമത്ത് നിൽക്കാനും വഹാബികളുടെ ഖാദിയായി നിൽക്കാനും വഹാബികൾക്ക് പെരുന്നാളും നോമ്പും കണ്ടുപിടിച്ചു തരാനും പറ്റിയ വനിതകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിൽ ഒരു നിസ്കരിക്കാൻ മാത്രം വന്നാൽ പോരാ, വഹാബിസത്തിന്റെ ആ കൊതിയോട് പിന്തിരിഞ്ഞു നിൽക്കാൻ ഒരൊറ്റ നേതാക്കളും പാടില്ല. അങ്ങനെ വഹാബി പണ്ഡിത സഭയിലേക്കും ഇമാമത്ത് നിർത്താനും ബാങ്ക് വിളിക്കാനും ഖാദിയായി നിൽക്കാനൊക്കെ പറ്റിയ ഒരു ചേച്ചിയെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ ചേച്ചിയെ പണ്ഡിത സഭയിൽ അംഗമാക്കിക്കൊണ്ട് നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കണമെന്ന് വഹാബികളോട് അറിയിക്കുകയാണ്. നമുക്ക് ആ ചേച്ചിയെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ നുസ്രത്ത് ജഹാൻ. ഖുർആനിലെ 24-ാമത്തെ ചാപ്റ്റർ സൂറത്തിൽ 100-ല് 31-ാമത്തെ ആയത്താണ് സ്ത്രീകളുടെ വസ്ത്രധാരണയെ പറ്റിയിട്ട് ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ അവിടെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് വേണം വസ്ത്രം ധരിക്കാൻ. അതാണ് ഇല്ലാമാൽ അഹ്റമിൻഹ, അതാണ് ആ സെന്റൻസ് അതിൽ വരുന്നത്. ഇല്ലാമാൽ അഹ്റമിൻഹ, നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ സ്വാഭാവികമായി വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് വസ്ത്രം ധരിക്കുക. വഹാബികൾക്ക് പണ്ഡിത സഭയിലേക്ക് എടുക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നുസ്രത്ത് ജഹാൻ എന്ന സഹോദരിയെയാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയേറെ കഷ്ടപ്പെട്ട് വഹാബിസത്തിന്റെ ആശയം പഠിച്ച, വഹാബിസത്തിന്റെ പരിഭാഷ നോക്കി വഹാബിസം കക്കുന്നതിനേക്കാൾ അതിവിദഗ്ധമായി കക്കാൻ കഴിയുന്ന, എന്നും ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു സഹോദരിയെ വേറെ കിട്ടാനില്ല. ഭർത്താക്കൾ, പിതാക്കൾ, ഭർതൃപിതാക്കൾ, പുത്രന്മാർ, ഭർതൃപുത്രന്മാർ, സഹോദരി പുത്രന്മാർ, മറ്റു വിശ്വാസിനികൾ, സ്വന്തം അടിമകൾ, സ്ത്രീമോഹം നശിച്ച് ആശ്രിതരായി കഴിയുന്ന പുരുഷന്മാർ, സ്ത്രീ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവർക്കല്ലാതെ സ്ത്രീകളുടെ അഴക്, സ്ത്രീകളുടെ സൗന്ദര്യം കാണിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിന് അതിവിദഗ്ധമായി വളച്ചൊടിച്ചുകൊണ്ട് വലിയൊരായത്തിലുള്ള ഇല്ലാമാ ലഹറ മിൻഹ എന്ന് മാത്രം എടുത്തുകൊണ്ട് അന്യപുരുഷന്മാരെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു കൊടുക്കണം, ചില ഭാഗങ്ങൾ മാത്രം കാണിക്കാതിരുന്നാൽ മതി, നമ്മുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ, പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ കാണിക്കേണ്ടതൊക്കെ കാണിക്കുന്നതിന് വിരോധമില്ല എന്ന് അതിവിദഗ്ധമായി ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന ഈ പെണ്ണ് വഹാബികൾക്ക് ഈ പെണ്ണിനെ ഗുരുവായി സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിത സഭയിലേക്ക് മാത്രം എടുത്താൽ പോരാ, ANMന്റെ പണ്ഡിത സഭയിലേക്കാണ് എടുക്കുന്നതെങ്കിൽ TP അബ്ദുള്ളക്കോയ മദനിയോട് മാറി നിന്ന് ഈ പെണ്ണിനെ പ്രസിഡന്റ് ആക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. വിഷ്ടം ജിന്നൂരികളുടെയും മർക്കസ് ദഅവയുടെയും പ്രസിഡന്റുമാരോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഈ പെണ്ണിനെ അതിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടതുമാണ്. ഒന്നുകൂടി വ്യക്തമായി ഈ മൗലവിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതേപോലെ വേറൊരു സൂറത്തും കൂടെ ഉള്ളത് സൂറത്തിൽ അസാബിൽ 59-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് നിങ്ങളുടെ മാറിടത്തിലേക്ക് നിങ്ങൾ തുണികൾ താഴ്ത്തിയിടുക, തലയിലുള്ളതെടുത്ത് മാറത്തേക്ക് ഇടുക, നിങ്ങളുടെ ഡിഗ്നിറ്റിയെ കാണിക്കുക. ഡിഗ്നിറ്റി പറയുമ്പോൾ അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒരു പെണ്ണ് വസ്ത്രം ധരിക്കേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കുക, മോശമായിട്ടല്ലാതെ. അപ്പൊ അതിനെ ഡിഗ്നിറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കുക. ഐഡന്റിറ്റി പറഞ്ഞാൽ മുഖം മൂടിയാൽ നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാവുക. അപ്പൊ ഐഡന്റിറ്റി കാണിക്കുക എന്നുള്ളതിനെ അത് എന്താക്കി വളച്ചൊടിച്ചു. അത് എന്തായി, മതത്തിന്റെ ഐഡന്റിറ്റി ആക്കി മാറ്റി. മതം എന്നുള്ള ഒരു സാധനം പറഞ്ഞില്ല, ഒരു സ്ത്രീന്റെ ഐഡന്റിറ്റി. ആ സ്ത്രീന്റെ ഐഡന്റിറ്റിയെ
വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കുക. അതിനെയാണ് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോവേണ്ടവരാണ് എന്ന് ഏകദേശം ബോധ്യമാകുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ ചെയ്യട്ടെ, കാരണം ഓരോ ഓപ്പറേഷൻ ചെയ്തും മാറ്റേണ്ട കുറെ സുക്കേടുകളുണ്ട്. അപ്പൊ അതായിരിക്കും ഇതിന് ബെറ്റർ. കാരണം ഇവരുടെ ഈ വസ്ത്രവിധാനം നിങ്ങൾ കണ്ടുവല്ലോ, ഇതുപോലെ ധരിക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ മൗലവിച്ചി പറയുന്നത്. തങ്ങളുടെ പത്നിമാരോടും വിശ്വാസികളായ മറ്റുള്ളവരുടെ ഭാര്യമാരോടും അവരുടെ ശിരോവസ്ത്രം താഴ്ത്തിയിടാൻ വേണ്ടി നബിയെ അങ്ങ് പറയണം എന്ന് പറഞ്ഞതിനെ അതിവിദഗ്ധമായി വഹാബികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളച്ചൊടിച്ചിരിക്കുന്നത്. തലമറക്കേണ്ടതില്ല, ശിരോവസ്ത്രം മാറിലേക്ക് താഴ്ത്തിയിടാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മൗലവിച്ചി ദുർവ്യാഖ്യാനിക്കുന്നത്. ശിരോവസ്ത്രം എന്നാൽ എന്താണ് അർത്ഥമെന്ന് പോലും ഈ മൗലവിച്ചിക്ക് അറിയില്ല. വഹാബി പണ്ഡിത സഭയിൽ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള മൗലവിച്ചിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വഹാബികൾ നാവുകൊണ്ട് ഓർക്കുന്നവരാണ്, മനസ്സുകൊണ്ട് പറയുന്നവരാണ്, മൂക്കുകൊണ്ട് തിന്നുന്നവരാണ്, ചെവി കൊണ്ട് ചിരിക്കുന്നവരാണ്, കണ്ണുകൊണ്ട് കേൾക്കുന്നവരാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാലോ, അവരുടെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ. എന്നതുപോലെ ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ മാറുമറക്കുന്ന വസ്ത്രമാണ് എന്നാണ് ഈ സാധു മനസ്സിലാക്കിയിട്ടുള്ളത്. ശിരസെന്നാൽ മാറിടം എന്ന് പാപം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ആരും കുറ്റപ്പെടുത്തണ്ട. വഹാബി പണ്ഡിത സഭയിലേക്ക് ചേക്കേറാനുള്ള യോഗ്യതയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയുള്ളവരോട് ദയവ് ചെയ്ത് മുട്ടിന്റെ മേപ്പട്ടെങ്ങാനും ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉള്ളതായി കണ്ടാൽ മുട്ടിന് താഴെ ഒന്ന് താഴ്ത്തിയിടണേ എന്നാരും പറഞ്ഞു പോകരുത്. ശിരോവസ്ത്രം താഴ്ത്തിയിടുക എന്ന് പറഞ്ഞപ്പോൾ തല വെളിവാക്കിക്കൊണ്ട് ശിരോവസ്ത്രം അപ്പാടെ തലയിൽ നിന്ന് എടുത്തുകൊണ്ട് മാറിടത്തിലേക്ക് ഇട്ടതുപോലെ ഒരുപക്ഷെ വല്ല അബദ്ധവും കാണിച്ചു കളയും. ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ലാത്ത ആളുകൾക്ക് മുമ്പിൽ വഹാബികൾ ഇല്ലാമാ ലഹറ മിൻഹ പോലത്തെ ചെറിയ തുട്ട് കടലാസുകൾ എടുത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും യോഗ്യരാണ്, ക്ലാസ് എടുക്കാനൊക്കെ യോഗ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും മലയാളം പോലും നേരാംവണ്ണം അറിയാത്തവർക്ക് ഓരോ മൗലവിക്കും തോന്നുന്ന രൂപത്തിൽ മലയാളത്തിൽ അർത്ഥം വെച്ചു കൊടുക്കുന്നതിന്റെ, അർത്ഥം എഴുതി വെക്കുന്നതിന്റെ ദുരവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇസ്ലാമിക ബാലപാഠം പോലും പഠിക്കാത്ത സഹോദരിയാണ്. ആ സഹോദരിക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനിനെ വളച്ചൊടിച്ചുകൊണ്ട് ഏതോ മൗലവിമാർ പറഞ്ഞു കൊടുത്തത് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചാണ് പാവം ഈ സഹോദരിയെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. അതിന് നാം അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, ഇവർക്ക് ഇത്തരത്തിൽ പഠിപ്പിച്ചു കൊടുത്തവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ വഹാബികളും അതുപോലെ സംഘപരിവാറും. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതാനും സഹോദരിമാർ ചേർന്നുകൊണ്ട് ഹിജാബ് വേണമെന്നല്ല അവർ ആവശ്യപ്പെട്ടത്. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വസ്ത്രം അധിക ഹോസ്പിറ്റലുകളിലും ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള വസ്ത്രത്തെക്കാൾ കുറച്ചുകൂടി ശരീരം മറയുന്ന, തലമറയുന്ന രൂപത്തിലുള്ളതാണ്. ആ ഹോസ്പിറ്റലുകളിലൊക്കെയുള്ള ജാതിമത ഭേദമന്യേ എല്ലാ ഡോക്ടർമാരും ധരിക്കുന്ന വസ്ത്രം ഞങ്ങൾക്കും ഇവിടെ അനുവദിച്ചു തരണം എന്നാവശ്യപ്പെട്ടതിനെ ഹിജാബാക്കി മാറ്റുകയും പർദ്ദയാക്കി മാറ്റുകയും ചെയ്ത കേരളമാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഇതൊന്നും വലിയ അത്ഭുതമായി നമുക്ക് തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.